64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഒന്നാം ദിന മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ 250 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ നിൽക്കുന്നത്. 248 പോയിന്റ് നേടി കോഴിക്കോടാണ് രണ്ടാമത്. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂർ 246 പോയിന്റുമായി തൊട്ട് പിന്നാലെയുണ്ട്. രണ്ടാം ദിവസമായി ഇന്ന് തിരുവാതിര, നാടോടി നൃത്തം, മംഗലം കളി, നാടകം എന്നീ മത്സരങ്ങൾ വിവിധ വേദികളിലായി നടക്കും. സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. നവമി ദിനേശ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രധാന മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെ പുരോഗമിക്കുന്നു അവിടുത്തെ മത്സരങ്ങളൊക്കെ? അശ്വതി, എന്തായാലും അനുശ്രീ എന്തായാലും രണ്ടാമത്തെ ദിവസവും കലക്കൻ പോരാട്ടം തന്നെയായിരിക്കും. ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടുള്ള മോഹിനിയാട്ടം, സംഘനൃത്തം, ഭരതനാട്യം, ഒപ്പന, ഒപ്പം തന്നെ മിമിക്രി, വട്ടപ്പാട്ട് ഉൾപ്പെടെയുള്ള അടിപൊളി കലാപരിപാടികളൊക്കെ ഉണ്ട്. ആദ്യ ദിവസം തന്നെ മത്സരങ്ങൾ അവസാനിക്കുക പുലർച്ചയോടുകൂടിയാണ് മത്സരങ്ങൾ പലതും അവസാനിച്ചത്. 3-4 മണിയൊക്കെയായി. ആ സമയത്ത് പോലും കുട്ടികൾ തളരാതെ അവരുടെ ആവേശം ഒട്ടും ചോർന്നു പോകാതെ സജീവമായിരുന്നു. മികച്ച പ്രകടനം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ കാഴ്ചവെച്ചത്. അതുതന്നെ നമുക്ക് കൂടുതൽ ഇന്നത്തെ പരിപാടികളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നടനും കലാകാരനും ഒക്കെ ആയിട്ടുള്ള നന്ദകിഷോർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. സാർ, ഇന്നലത്തെ പരിപാടികളൊക്കെ കാണാൻ കഴിഞ്ഞോ? ചിലതൊക്കെ കണ്ടു. ഇന്നലെ എനിക്ക് ഇത്തിരി തിരക്കുണ്ടായതുകൊണ്ട് ഇന്നലെ മുഴുവൻ കാണാൻ പറ്റിയില്ല. പക്ഷെ കണ്ടിടത്തോളൊക്കെ നല്ല പരിപാടികളാണ്. ഇതിപ്പോ 64ാമത് കലോത്സവമാണല്ലോ. കലകൾ ശരിക്കും 64 കലകളാണെന്നാണ് പ്രാചീന അഭിപ്രായം. അതായത് ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി എന്ന് ദേവിയുടെ നാമുണ്ട്. അതിൽ ചതുഷ്ഷഷ്ടി 64 കലകളും ദേവിച്ച ശക്തി പ്രപഞ്ച ശക്തിയാണ്. അപ്പൊ സർഗവൈഭവം ഉണ്ടാകുന്നത് സാക്ഷാൽ ഈശ്വരനിൽ നിന്നാണ്, പ്രകൃതിയിൽ നിന്നാണ്. അപ്പൊ പ്രകൃതിയുടെ തന്നെ ഒരു ആവിഷ്കാരമാണ്. ഇതിപ്പോ കൗമാരക്കാരും അവരുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്നു എന്നതിനുപരി അതുണ്ട്. അതാണ് പ്രധാനം. അതിനുപരിയായിട്ട് മുതിർന്നവർക്ക് അവസരമുണ്ട്. ഇപ്പൊ ദഹനം നല്ല കലയാണ്. പാചകം കഴിക്കേണ്ട ആൾക്കാർക്ക് ഭക്ഷണം കഴിവണ്ടേ. അപ്പൊ അത് മാത്രമല്ല, ഇത്ര വലിയൊരു കലോത്സവം സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കലയാണ്. സ്വർണ്ണക്കപ്പ് നല്ലൊരു കലാസൃഷ്ടിയാണ്. അങ്ങനെ മുതിർന്നവർക്ക് അവരുടെ കലാവൈഭവവും കുട്ടികൾക്ക് അവരുടെ കലാവാശിയോടെ പ്രകടിപ്പിക്കുക. വാശിയാവൂ, ശത്രുതയാവരുത്. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തൃശ്ശൂർ പറ്റിയ സ്ഥലമാണ്. ഇവിടെ പൂരം, പുലിക്കളി ഭയങ്കര മത്സരമുള്ളതാണ്. പക്ഷെ അതിൽ ശത്രുതയില്ല. അങ്ങനെ ഒരു എന്താ പറയുക, ശത്രുതയിലേക്ക് വളരാത്തൊരു മത്സരം ഉണ്ടാകുന്ന ഏറ്റവും പ്രതീക്ഷ ഇതിലാണ്. ഏക പ്രതീക്ഷ കലയിലാണ്, കലോത്സവങ്ങളിലാണ് മനുഷ്യനിപ്പോൾ. കാരണം മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരുപാട് ടെൻഡൻസികൾ വരികയാണ്. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണല്ലോ സൃഷ്ടി. ഇത് പരസ്പരം ചേരാത്തതാണ്. അപ്പൊ അതിനെ ചേർക്കുന്നതാണ് കല. ആ ചേർക്കുന്ന കലയിലാണ് നമുക്ക് ഇനിയുള്ള ഭാവിയുടെ ഏക പ്രതീക്ഷ. ഈ കലോത്സവത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ വലിയ വലിയ കലാകാരന്മാരായി മാറി അവർ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ട സംഭാവന ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം കഴിഞ്ഞ തവണ മുതലാണ് സംസ്ഥാന സർക്കാർ കുറച്ച് കലകൾ കൂടി ഇതിലേക്ക് കൊണ്ടുവന്നത് മത്സര ഇനമായി. അതും നമ്മൾ മൺമറഞ്ഞു പോയ പ്രാചീന കലാരൂപങ്ങൾ, വയനാട്ടിലെയും കാസർഗോഡിലെയും ഒക്കെ, അതൊക്കെ കൊണ്ടുവരുന്നതും ഒരു നല്ല സൂചനയല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അറിയപ്പെടാതെ പോകുന്ന പല കലാരൂപങ്ങളും ഈ ഒരു മത്സര ഇനമായി എത്തിക്കുന്നതും ഒരു സന്തോഷത്തിന്റെ കാര്യം തന്നെ. അതാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം. അതായത് ആദിവാസികളുടെ കലാരൂപങ്ങൾ, വയനാട്ടിലെ കലാരൂപങ്ങൾ, എന്തൊക്കെ കലാരൂപങ്ങളും മൺമറഞ്ഞത് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മൺമറയാതെ നോക്കണമെങ്കിൽ ഈ വേദികളിൽ നിന്ന് അവസരം കൊടുക്കണം, അതിൽ നിന്ന് മത്സരിക്കണം, അതിൽ നിന്ന് കലാകാരന്മാരുണ്ടായി അവരവരുടെ തനിമയെ. ഈ ഹബീബ് തൻവീറിൻ്റെ ഒരു വാചകമുണ്ട്, വൺ മസ്റ്റ് ഗോ ടു വൺസ് കൾച്ചറൽ റൂട്ട്സ്. ഒരാൾ അവരുടെ സാംസ്കാരിക വേരുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സാംസ്കാരിക സമ്പത്ത് സ്വന്തമാക്കി സമകാലിക പ്രശ്നങ്ങളെ ആവിഷ്കരിക്കുന്നതാണ് യഥാർത്ഥ കലയുടെ വികാസം. അപ്പൊ അതിന് ഈ പ്രാചീന കലാരൂപങ്ങളെ മുഴുവൻ സംരക്ഷിക്കേണ്ടതായി. അത് നമ്മുടെ കേരളത്തിലെ തന്നെ വൈവിധ്യം നോക്കുമ്പോൾ ജൈവ വൈവിധ്യം പോലെ നമുക്കൊരു കലാവൈവിധ്യം ഉണ്ട്. ഈ കലാവൈവിധ്യത്തെ സംരക്ഷിക്കാൻ എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇന്നും എന്തായാലും മത്സരങ്ങളൊക്കെ കാണാൻ ഇന്ന് ഞാൻ ഏതാണ്ട് ഇവിടെ കഴിച്ചുകൂടാൻ നിശ്ചയിക്കുന്നു. എല്ലാ കാണുക, കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോത്സാഹനവും നൽകുക. താങ്ക് യു ചെയ്യാം. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാചീന കലാരൂപങ്ങൾ മൺമറഞ്ഞു പോയവ, അത് ഇപ്പോൾ പറഞ്ഞതുപോലെ നന്ദകിഷോർ പറഞ്ഞതുപോലെ തന്നെ അത് മൺമറഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന ഒരു ഉദ്യമം അത് ഒട്ടും ചെറുതല്ല. അതിൽ അനുശ്രീ ഏറ്റവും പറയേണ്ടത്, ഇന്ന് മംഗലം കളിയുണ്ട്. അത് ഈ കാസർഗോഡ് ഭാഗത്തുള്ളവരുടെ ഈ മാവിലൻ മലവേട്ടുകാരൻ സമുദായത്തിലെ അവരുടെ ഒരു കലാരൂപമാണ്. അത് ഈ ഒരു ഗോത്ര സമുദായത്തിനാണ്. അവർ ഈ കല്യാണത്തിനൊക്കെ
കല്യാണ ദിവസങ്ങളിലൊക്കെ ആഘോഷിക്കുന്ന ഒരു കലാരൂപമാണ്. അത് ഒരു മത്സര ഇനമായി ഇത്തവണയുണ്ട്. ഇന്നലെ പണിയ നൃത്തം ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയാണ്, എനിക്ക് തോന്നുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് തോന്നുന്നു. എന്ത് ഭംഗിയാണെന്നറിയാം അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ. ആ പാട്ടായിക്കോട്ടെ, ആ കുട്ടികൾ വെക്കുന്ന ഓരോ ചുവടുകളായിക്കോട്ടെ, നമ്മുടെ മനസ്സ് തന്നെ നിറയ്ക്കുന്ന ഒരു കലാരൂപമായിട്ട് എനിക്കതിനെ തോന്നി. വയനാട്ടിലെ ഒരു സമുദായത്തിലെ പണിയ സമുദായക്കാരുടെ ഒരു നൃത്തരൂപമാണ്, അവരുടെ ഒരു ആചാരമാണ്. ഈ ഞാറ് നടുന്ന സമയത്തും ഈ മരണാനന്തര ചടങ്ങുകളിലൊക്കെ ഇവരെ അവതരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. പക്ഷെ ആ ഒരു നൃത്തരൂപമാണ്. പക്ഷെ അത് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത്. അതും വയനാട് നിന്ന് അധ്യാപകൻ പാലക്കാട്ടും തൃശ്ശൂരും അല്ലെങ്കിൽ മലപ്പുറത്തും ഒക്കെ ചെന്നാണ് അവരെ ഇത് പഠിപ്പിക്കുക. കാരണം അവർക്ക് വയനാടുകാർക്ക് മാത്രം അറിയാവുന്ന, ആ ഗോത്ര സമുദായത്തിന് മാത്രം അറിയാവുന്ന ഒരു കലാരൂപം കൂടിയാണ്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മത്സര ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റ് പരിപാടികൾ കൂടി നോക്കിയാൽ സ്കിറ്റ് ഉണ്ട്, അത് വേദി 5 ശംഖുപുഷ്പത്തിലാണ്. പിന്നീട് ചെമ്പകത്തിൽ ലളിതഗാനമുണ്ട്, ദഫ്മുട്ടുണ്ട്, കേരള നടനം, തുള്ളൽ, കൂടിയാട്ടം, കഥാപ്രസംഗം, കുച്ചിപ്പുടി, നാടകം സിംഗിൾ ഉണ്ട്, നാടകം ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ വളരെ രസകരമായിട്ട് തന്നെ കുട്ടികളൊക്കെ അവരുടെ മത്സരങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മത്സരം എന്നതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു വേദിയായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കുട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത്, അധ്യാപകരോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ അല്ല. അത് ശ്രദ്ധിച്ചു വേണം കുട്ടികളെ ഓരോ വേദിയിലേക്കും അല്ലെങ്കിൽ അവരുടെ മത്സര ഇനങ്ങളിലേക്ക് കടത്തിവിടാൻ എന്നുള്ളത്. ഒപ്പനയും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പുതിയ തരത്തിലുള്ള കോസ്റ്റ്യൂം അല്ലെങ്കിൽ പുതിയ ആഭരണങ്ങളൊക്കെ ഇട്ട് കുട്ടികൾ വരുന്നതൊക്കെ നല്ല രസകരമായിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ പുലർച്ചെ വരെ പരിപാടി നീണ്ടു നിന്നു. 3-4 മണി വരെയാണ് ഈ പല പരിപാടികളും പല മത്സരങ്ങളും നീണ്ടു നിന്നത്. അതിൽ ഓട്ടം തുള്ളൽ 4 മണി വരെ ഉണ്ടായിരുന്നു. ഭരതനാട്യവും ചാക്യാർകൂത്തും ഒക്കെ അവസാനിക്കുമ്പോൾ 3 മണിയായിരുന്നു. അത് ഇന്നലെ ഉദ്ഘാടന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ മത്സരങ്ങൾ തുടങ്ങിയത്. 10 മണിക്ക് ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ പോലും 11 മണിയായി ഉദ്ഘാടനം തുടങ്ങിയപ്പോൾ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ വേദികളിലും മത്സരം തുടങ്ങിയത്. 25 വേദികളിലും സദസ്സുകളായിരുന്നു. തൃശ്ശൂർക്കാർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ രാത്രിയോളം ഇരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ ഒപ്പനയുടെ വേദിയിലൊക്കെ നിറഞ്ഞ സദസ്സ് തന്നെയായിരുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ VS സാർ, നമസ്കാരം. എങ്ങനെയുണ്ട്? കുറെ ദിവസമായി തൃശ്ശൂരിൽ തന്നെ കാണുന്നുണ്ട്. ഇന്നലത്തെ മത്സരങ്ങൾ തൃശ്ശൂർ ഇന്നലെ കുറച്ച് കണ്ടു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെല്ലാവരും പറഞ്ഞു, നേരത്തെ നന്ദകിഷോറും പറഞ്ഞില്ലേ, ഇത് ഈ ജൻസിയുടെ ഒരു ഉത്സവം കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.